ഏപ്രിൽ 1 വിഡ്ഢിദിനമായി ആചരിക്കപ്പെടുന്നതിന്റെ പിന്നിലെ കഥകൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും സ്വീകാര്യമായ കഥ ഒരു മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ കഥയോടൊപ്പം ഇന്നത്തെ കലണ്ടറിനെ കുറിച്ചുള്ള ചരിത്രവും നമുക്ക് മനസ്സിലാവും. AD 1582 വരെ ലോകത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് ജൂലിയൻ കലണ്ടർ ആയിരുന്നു. ഈ കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 പുതുവർഷ ദിനമായി കണക്കാക്കിയിരുന്നതും ആഘോഷിച്ചിരുന്നതും. എന്നാൽ AD 1582 ഗ്രിഗറി 13 എന്ന മാർപ്പാപ്പ ഗ്രിഗോറിയൻ കലണ്ടർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പുതുവത്സരം ആരംഭിക്കുന്നതും പുതുവത്സര ദിനമായി ആഘോഷിക്കപ്പെടുന്നതും ജനുവരി 1 വാർത്താവിനിമയ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവും പുതുവത്സരം ജനുവരി 1 മാറി എന്ന വിവരവും പലരും അറിഞ്ഞില്ല. അറിഞ്ഞവരിൽ ചിലരാകട്ടെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായതുമില്ല. ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവറിയാതെ പഴയതുപോലെ ഏപ്രിൽ 1 പുതുവത്സര ദിനമായി ആഘോഷിച്ചിരുന്നവരെ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടർന്നവർ വിഡ്ഢികൾ എന്ന് വിളിച്ച് കളിയാക്കുകയും ഏപ്രിൽ 1 വിഡ്ഢിദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിഡ്ഢിദിന പിറവിയുടെ പിന്നിലെ ഈ കഥ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സത്യം ഈ സംഭവ പരമ്പരകൾക്കിടയിലുണ്ട്. ഇന്ന് ലോകം ഉപയോഗിക്കുന്ന കലണ്ടറുകൾ അവതരിപ്പിച്ചത് ഗ്രിഗറി 13 എന്ന മാർപ്പാപ്പയാണ്. ലോകത്തിന് കത്തോലിക്ക സഭ നൽകിയ സംഭാവനകളിൽ ഒന്നിൽ എന്നും എല്ലാവരും ഉപയോഗിക്കുന്ന കലണ്ടറുകളും ഉൾപ്പെടുന്നു.